ദൈവത്തിന് സ്തോത്രം. കണ്ണുകടഞ്ഞ് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധനെ സ്വർഗീയ രാജാവിന് വേണ്ടി ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാനായിട്ട് ദൈവം ചെയ്ത വിലപ്പെട്ട ഭാഗ്യത്തോട് നന്ദിയോടെ സ്തുതിക്കുന്ന സ്തോത്രം. കണക്ട് ആയിരിക്കുന്ന എല്ലാവരെയും ദൈവത്തിന്റെ കരങ്ങൾ തരുന്നു. ഇന്ന് വചനത്തിലൂടെ ഞങ്ങളോട് സംസാരിക്കണം. പ്രാർത്ഥനയിലേക്ക് സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ക്രിസ്തുവിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. എബ്രായർ ലേഖനം 12-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം വായിക്കുമ്പോൾ, ആകയാൽ നാം സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുൻപിൽ വച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. സ്തോത്രം. ദൈവത്തിന് മഹത്വം. ആഴമേറിയ തിരുവചനമാണ് എബ്രായർ ലേഖനത്തിനകത്ത് എഴുതിയിരിക്കുന്നത്. ആകയാൽ എന്നാൽ അർത്ഥം എന്താണ്? സ്തോത്രം. 11-ാം അധ്യായത്തിലെ ഓരോ വാക്യങ്ങൾ വായിക്കുമ്പോൾ അതിനകത്ത് നാമും സാക്ഷികളുടെ ഇത്ര ഒരു വലിയ സമൂഹം, അപ്പൊ ആ ഒരു വലിയ സമൂഹത്തെയാണ് ഈ 11-ാം അധ്യായത്തിൽ മുഴുവൻ എടുത്ത് കാണിക്കുന്നത്. പഴയ നിയമ വിശുദ്ധന്മാർ, പുതിയ നിയമ വിശുദ്ധന്മാർ, സ്തോത്രം. ഇങ്ങനെ കർത്താവിന്റെ വേലയിൽ കർത്താവിന് വേണ്ടി നിന്ന മക്കളെ കുറിച്ച് ഇതിനകത്ത് എഴുതിയിരിക്കുകയാണ്. ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച കാലഘട്ടങ്ങൾ, കർത്താവിന്റെ നാമത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചു ഒരുപാട് പ്രതിസന്ധികൾ അനുഭവിച്ചിട്ടും സ്തോത്രം അവർ പാറമേൽ വീട് പണിതതായതുകൊണ്ട് അവർ ഇളകിപ്പോയില്ല, അവർ നശിച്ചു പോയില്ല. അവർ കാറ്റടിച്ചു വന്നിട്ട് അടിച്ചു, തിരമാല വന്നിട്ട് തിരമാല വന്നു, പ്രതിസന്ധി വന്നോണ്ടെന്നിട്ട് പ്രതിസന്ധി വന്നു, കഷ്ടപ്പാട് വന്നോന്നുണ്ടെങ്കിൽ കഷ്ടപ്പാട് വന്നു. നമുക്കിതിലൊക്കെ വായിക്കുമ്പോൾ നമുക്കറിയാം. ഓരോ 11-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. 32-ാം വാക്യം 33-ാം വാക്യം വായിക്കുമ്പോൾ അതിലെഴുതിയിരിക്കുന്ന വിശ്വാസത്താൽ അവർ രാജ്യങ്ങളെ അടക്കി, നീതി നടത്തി, വാഗ്ദത്തം പ്രാപിച്ചു, സിംഹങ്ങളുടെ വായ അടച്ചു, തീയുടെ ബലം കെടുത്തു, വാണിന്റെ വായ്ക്ക് തെറ്റി, ബലഹീനത ശക്തി പ്രാപിച്ചു, യുദ്ധത്തിൽ വീരന്മാരായി തീർന്നു. കണ്ടോ സ്തോത്രം. വീണ്ടും വായിച്ചു വരുമ്പോൾ 36-ാം വാക്യം വായിക്കുന്നു, വേദശിലിൽ പരിഹാസം, ചമ്മട്ടി, ചങ്ങല, തടവ് ഇവയാലുള്ള പരീക്ഷ അനുഭവിച്ചു, കല്ലേറേറ്റു, ഈർച്ചവനെ അറക്കപ്പെട്ടു, പരീക്ഷിക്കപ്പെട്ടു, വാളാൽ കൊള്ളപ്പെട്ടു, ജടയാടികളുടെ കോലാടുകളുടെ തോൽ ധരിച്ചു, ബുദ്ധിമുട്ട് ഉപദ്രവവും കഷ്ടവും സഹിച്ചു, കാടുകളിലും മലകളിലും ഗുഹകളിലും ഭൂമിയുടെ പിളർപ്പുകളിലും ഉഴന്നു വലഞ്ഞു. ലോകം അവർക്ക് യോഗ്യമായിരുന്നില്ല. നോക്കിയേ, ദൈവത്തിന് സ്തോത്രം. ഒരുപാട് പ്രതിസന്ധികൾ കർത്താവിന്റെ മക്കൾക്ക് വന്നിട്ടും അവർ വീണുപോയില്ല. കാരണം സ്വർഗം എന്ന് പറയുന്നത് അത്രയ്ക്ക് വിലയാണ്. യേശു എന്ന് പറയുന്നത് അത്രയ്ക്ക് വിലയാണ്. ആ നിത്യജീവൻ എന്ന് പറയുന്നത് അത്രയ്ക്ക് വിലയാണ്. യേശുവിനെ കണ്ടുമുട്ടിയ പൈതൽ കർത്താവിൽ ജീവിച്ചു. അവരുടെ ജീവിതത്തിൽ പ്രതികൂലം വന്നിരുന്നില്ല, പ്രതികൂലം വന്നു. പക്ഷേ അവർ പണിത് മുഴുവനും ക്രിസ്തുവിലാകയാൽ, പാറമേൽ പണിതാകയാൽ പ്രതിസന്ധി വന്നിട്ട് വീണില്ല, പ്രശ്നം വന്നിട്ട് വീണില്ല, കണ്ണുനീര് വന്നിട്ട് വീണില്ല, ഞരക്കം വന്നിട്ട് വീണില്ല. കാരണം മറ്റൊന്നല്ല, ദൈവത്തിന്റെ സ്തോത്രം. അവർ ആഴമായി ദൈവത്തെ സ്നേഹിച്ചു, ക്രിസ്തുവിൽ ആഴമായി ഉറച്ചു നിന്നു, ക്രിസ്തുവിന്റെ വചനത്തെ ആഴമായി വിശ്വസിച്ചു, ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ ആഴങ്ങളിലേക്ക് അവർ ഇറങ്ങിച്ചെന്നു. വചനത്തിന്റെ ആഴങ്ങളിലേക്ക് അവരുടെ വിശ്വാസം, ക്രിസ്തുവിൽ വിശ്വാസത്തിന്റെ ആഴങ്ങളിലേക്ക് അവർ ഇറങ്ങിച്ചെന്നു. അവരെ തകർത്ത് കളയാൻ ഒരു പ്രതിസന്ധിക്കും കഴിഞ്ഞില്ല. അതുകൊണ്ട് കർത്താവ് പറയുകയാണ്, ആകയാൽ നാം സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട്, നമുക്കൊരു വലിയൊരു സമൂഹം, ഇതായി 11-ാം തീയതി കിടക്കുന്ന വലിയൊരു സമൂഹം നമുക്ക് ചുറ്റുമുണ്ട്. അതുകൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുൻപിൽ വച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. ഭാരം വിടണം, പാപം വിടണം. ഇത് രണ്ടും വിടണം. ഹല്ലേലൂയ. ഭാരം വിടണം, പാപം വിടണം. സ്തോത്രം. സകല ഭാരവും നമ്മൾ വിടണം. ആമേൻ. ആ മുൻപിൽ ഒരു ഓട്ടമുണ്ട്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഭാരം വെച്ചുകൊണ്ട് ഓടിയാൽ ഓട്ടം ലക്ഷ്യസ്ഥാനത്ത് പെട്ടെന്ന് വേഗത്തിൽ സ്ഫുടതയോടെ ഓടാൻ പറ്റത്തില്ല. സ്വന്തം. അതുപോലെ മുറുകെ പറ്റുന്ന പാവം മുറുകി ഇരിക്കുകയാണെങ്കിൽ അതുകൊണ്ട് ഓടാൻ പറ്റത്തില്ല. ഓടാം എന്നേ ഉള്ളൂ, പക്ഷേ ലക്ഷ്യസ്ഥാനത്ത് എത്തേണ്ട മണ്ണ എത്തുവാൻ പറ്റത്തില്ല. സ്വന്തം. അതുകൊണ്ട് കർത്താവ് പറയുന്നു, ഓടുന്നത് ശരിയാണ്, പക്ഷെ സകല ഭാരവും മുറുകെ പറ്റുന്ന പാവം വിട്ട് ഇത് നമ്മൾ വിടണം. ഇത് നമ്മളെ വിട്ട് ഓടണം. ഭാരം വിടണം, സകല ഭാരം വിടണം, മുറുകെ പറ്റുന്ന പാപം വിടണം, പാപം വിടണം. ദൈവത്തിന് സ്തോത്രം.
ഈ ഭാരം കൊണ്ട് നടന്നാൽ നമുക്ക് ഓടി ലക്ഷ്യം തികയ്ക്കാൻ പറ്റത്തില്ല. ഈ പാപം കൊണ്ട് നടന്നാൽ ലക്ഷ്യം തികയ്ക്കാൻ പറ്റത്തില്ല. ഈ പാപം വിട്ടിട്ട് ഓടിയാലേ ക്രിസ്തു ഓടിയ ഓട്ടം ഓടാൻ പറ്റൂ, ക്രിസ്തുവിന്റെ ജീവിതം ജീവിക്കാൻ പറ്റൂ. ക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ സ്വന്തം പാപം യേശുവില്ലായിരുന്നു, ഭാരം യേശുവില്ലായിരുന്നു. അതുകൊണ്ട് യേശു പറഞ്ഞു, നിന്റെ ഭാരം യഹോവയുടെ മുൻപിൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. സ്തോത്രം. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊള്ളുവിൻ. അവൻ നിങ്ങൾക്കായി കരുതുന്നു. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പൈതലെ, ഇതിനകത്ത് എഴുതിയിരിക്കുന്നു, സകല ഭാരവും മുറുകെ പറ്റുന്ന പാവം വിട്ട് നമുക്ക് മുൻപിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടണം. ഒരു ദിവസം ഓടി വീഴുകയല്ല, പാവത്തെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് വീണ്ടും പാപം ചെയ്ത് ഓടി വീഴുകയല്ല. പിന്നെയോ ആ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച പാവം അതിനി വരാതെ ആ കർത്താവിന്റെ കൃപയിൽ നിറഞ്ഞ് ആ ഭാരത്തെ മുഴുവൻ ഇറക്കി കൊടുത്തിട്ട് ക്രിസ്തുവിൽ, കർത്താവ് ഞാനിതാ എന്നെ അങ്ങയുടെ കരത്തിൽ തരുന്നു, എൻ്റെ ഈ ഭാരം വഹിച്ചുകൊണ്ട് പോകാൻ പറ്റത്തില്ല. ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന പൈതലെ, വ്യത്യസ്തമായ വിഷയത്തിൽ താങ്കൾ ഭാരത്തോടെ നടക്കുകയാണോ? സ്വത്രം പലതരത്തിലുള്ള പാപത്തിന് അടിമയായി ജീവിക്കുകയാണോ? ഇന്ന് ഈ വചനത്തിലൂടെ നമ്മോട് കർത്താവ് പറയുന്നു, നിന്റെ ഭാരം വിടണം, നിന്റെ പാപം മുറുകെ പറ്റുന്ന പാപം വിടണം. സ്വത്രം മുറുകെ പറ്റി പിടിച്ചിരിക്കുക, ആ പിടി നിന്നെ വിടുന്നില്ല. ആ പിടി വിട്ടാലേ നിനക്ക് ക്രിസ്തുവിന്റെ നടപ്പ് നടക്കാൻ പറ്റൂ എന്ന് വചനത്തിലൂടെ നമ്മളോട് പറയുകയാണ്. അല്ലെങ്കിൽ പാപത്തിലേ നടക്കാൻ പറ്റൂ. ക്രിസ്തുവിൽ നടക്കണമെങ്കിൽ പാപത്തിന്റെ നടപ്പ് വിടണം, പാപത്തിന്റെ നോട്ടം വിടണം, പാപത്തിന്റെ ചിന്ത വിടണം, പാപത്തിന്റെ ശക്തികളെ വലിച്ചെറിയണം. ക്രിസ്തുവിൽ നമ്മൾ നടക്കണം. ഹല്ലേലൂയ. ക്രിസ്തുവിന് മഹത്വമായി മാറണം, ക്രിസ്തുവിന് പ്രസാദമുള്ളത് ചെയ്യണം. വീണ്ടും അടുത്ത വാക്യം വായിക്കുമ്പോൾ, നിങ്ങളുടെ മുമ്പിൽ വാച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ. എൻ്റെ മുമ്പിൽ ഒരു ഓട്ടമുണ്ട്, നിങ്ങളുടെ മുമ്പിൽ ഓട്ടമുണ്ട്. അത് ഒരു ദിവസം വല്ലപ്പോഴും ഓടിയാൽ പോരാ, സ്ഥിരതയോടെ ഓടണം. അതിന് ഭാരം നമ്മളെ വിട്ട് എന്നേക്കുമായി പോകണം, പാപം നമ്മളെ വിട്ട് എന്നേക്കുമായി പോകണം. സ്ഥിരതയോടെ ഓടാൻ ദൈവത്തിൻ്റെ കൃപ പ്രാപിക്കണം. നമ്മുടെ സ്വന്തം ശക്തി കൊണ്ട് ഓടിയാൽ ആ ബലം ക്ഷയിച്ചു പോകും. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ ശക്തിയാൽ ഓടിയ ആ ഓട്ടം ആമേ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരും. ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന പൈതലെ, ദൈവത്തിൻ്റെ ശക്തി പ്രാപിച്ച് നമുക്ക് ഓടാമോ? അടുത്ത വാക്യത്തിൽ പറയുന്നു, വിശ്വാസത്തിന്റെ നായകൻ പൂർത്തി വരുത്തുന്നവനാകുന്ന യേശുവിനെ നോക്കുക. തന്റെ മുൻപിൽ വച്ചിരുന്ന സന്തോഷം ഓർത്ത് അവനെ ലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലതുഭാഗത്ത് ഇരിക്കുകയും ചെയ്തു. ദൈവത്തിന് സ്തോത്രം. അതിലെഴുതിയിരിക്കുന്നു, വിശ്വാസത്തിന്റെ നായകന് പൂർത്തി യേശുവിനെ നോക്കുക. അപ്പുറത്തുള്ളവർ നോക്കാൻ ഓടാനല്ല പറഞ്ഞ്, ഇപ്പുറത്തുള്ളവർ നോക്കി ഓടാനല്ല പറഞ്ഞ്, മുൻപിലുള്ളവർ നോക്കി ഓടാനല്ല പറഞ്ഞ്. എൻ്റെ കർത്താവ് പറഞ്ഞത്, അമ്മേ എന്നെ നോക്കി ഓടുക, യേശുവിനെ മാത്രമേ നമുക്ക് നോക്കി ഓടാൻ പറ്റത്തുള്ളൂ. സ്നേഹിതരെ, ഇന്ന് ഭൂമിയിൽ അനേക ആയിരങ്ങൾക്കുണ്ട്, പക്ഷെ അവരെ ഒന്നും നോക്കി നമ്മൾ ഓടിയാൽ നമ്മൾ വീണ് പോകും. എല്ലാത്തിനും അവരെ സ്തോത്രം ദൈവകൃപയിൽ ജ്വലിച്ച് പോകുന്നവരായിരിക്കത്തില്ല. പല തെറ്റുകളും കുറവുകളും ഒരുപക്ഷെ മനുഷ്യരിലൂടെ കണ്ടെന്നിരിക്കുക. നമ്മളതുകൊണ്ട് അവരെ നോക്കി ഓടിയാൽ വീണു പോകും. അതുകൊണ്ട് കർത്താവ് പറയുന്നു, സ്തോത്രം യേശുവിനെ നോക്കുക. ആമേൻ. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുന്ന യേശുവിനെ നോക്കുക. സ്തോത്രം. യേശുവിനെ നോക്കി വേണം ഓടാൻ, യേശുവിനെ നോക്കി ജീവിക്കണം, യേശുവിനെ നോക്കി മുന്നോട്ട് പോകണം, അല്ലെങ്കിൽ വീണു പോകും. ദൈവത്തിന് സ്തോത്രം. അതിലെഴുതിയിരിക്കുന്നു, തന്റെ മുൻപിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്ത് അവനെ അപമാനം അലക്ഷ്യമാക്കി. ക്രൂശിൽ വെച്ചിരുന്ന സന്തോഷം എന്താ? അവന്റെ മുൻപിൽ വെച്ചിരുന്ന സന്തോഷം എന്താ? എൻ്റെ കർത്താവിന്റെ മുൻപിൽ വെച്ചിരുന്ന സന്തോഷം എന്താ? ഞാനായിരുന്നു, നിങ്ങളായിരുന്നു. അമ്മേ, എനിക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി ക്രൂശ് സഹിക്കുമ്പോൾ സ്വത്രം എന്നെയും നിങ്ങളെയും കർത്താവിൻ്റെ കിട്ടുമല്ലോ എന്നുള്ള സ്നേഹം. എന്നെ കേൾക്കുന്ന പ്രിയ പൈതലെ, ഈ സ്നേഹം നമുക്ക് ഉണ്ടോ? യേശുവിനോട് യേശു തൻ്റെ മുൻപിൽ വെച്ചിരുന്ന സന്തോഷം യേശുവിനെ കണ്ടുപിട്ടാത്ത ഞാനും നിങ്ങളുമായിരുന്നു. യേശു പറഞ്ഞു, ഞാൻ മരിക്കുമ്പോൾ എനിക്ക് അവനെ കിട്ടും, എനിക്ക് അവളെ കിട്ടും. ഞാൻ കർത്താവ് പറയുകയാണ്, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എനിക്ക് അവളെ കൂടെ സ്വർഗത്തിൽ കൊണ്ടുപോകാം, അവനെയും കൂടെ സ്വർഗത്തിൽ കൊണ്ടുപോകാം. ഇത് ഓർത്ത് ആരൊക്കെ എന്ത് പറഞ്ഞിട്ടോ എന്തൊക്കെ ചെയ്തു അതെല്ലാം അലക്ഷ്യമാക്കി, അതൊന്നും തിരിഞ്ഞു നോക്കിയില്ല. യേശുവിൻ്റെ സന്തോഷം നമ്മളായിരുന്നു. ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന പൈതലെ, നിന്റെ സന്തോഷം എന്താണ്? നിന്റെ സന്തോഷം എന്താണ്? ഈ ശബ്ദം കേൾക്കുന്ന പൈതലെ, ക്രിസ്തു യേശു നമുക്ക് വേണ്ടി 2000 വർഷങ്ങൾക്ക് മുമ്പ് സ്തോത്രം ഇതുപോലൊരു ദിവസം നമുക്ക് വേണ്ടി മരിച്ചു. ആ യേശു പറയുന്നു, എൻ്റെ മുൻപിൽ വെച്ചിരിക്കുന്ന സന്തോഷം ഓർത്ത് സ്തോത്രം അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലതുഭാഗത്ത് ഇരിക്കുകയും ചെയ്തു. സ്തോത്രം. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചു കൊള്ളുവേൻ. ഈ കർത്താവിനെ ധ്യാനിച്ചുകൊണ്ട് വേണം മുന്നോട്ട് പോകാൻ. അതുകൊണ്ടാണ് കൊലോസ്യർ ലേഖനത്തിൽ പറയുന്നത് 3:1, ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന
എങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലതുഭാഗത്ത് ഇരിക്കുന്നതുമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പിൻ, ഭൂമിയിലുള്ളത് അല്ല. ഉയരത്തിൽ തന്നെ ചിന്തിപ്പിൻ. നിങ്ങൾ മരിച്ചു, നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോട് കൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോട് കൂടെ തേജസ്സിൽ വെളിപ്പെടും. നിങ്ങളും അവനോട് കൂടെ തേജസ്സിൽ വെളിപ്പെടും. നിങ്ങളും അവനോട് കൂടെ തേജസ്സിൽ വെളിപ്പെടും. ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നെങ്കിൽ ദൈവത്തിന്റെ വലതുഭാഗത്ത് ഇരിക്കുന്നതുമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പിൻ, ഉയരത്തിലുള്ളത് ചിന്തിപ്പിൻ. അല്ലെങ്കിൽ നമുക്ക് ഉയരത്തിലുള്ള അന്വേഷിക്കാമോ? ഉയരത്തിൽ ചിന്തിക്കാമോ? സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സ്വത്രം. ഒരുപാട് പേർ കർത്താവിനോട് നിന്നപ്പോൾ കർത്താവിന് ഉറച്ചു നിന്നു. അവർ വീണുപോയില്ല. പ്രശ്നം വന്നിട്ടും അവർ നോക്കിയത് യേശുവിനെ തന്നെയായിരുന്നു. അവർ ഓടിയത് യേശുവിലായിരുന്നു. അവർ ഓട്ടം തികച്ചു. അങ്ങനെയാണെങ്കിൽ നമുക്കും ഒരു ട്രാക്ക് വെച്ചിട്ടുണ്ട്, ഒരു ഓട്ടം വെച്ചിട്ടുണ്ട്. ആ ഓട്ടം തികയ്ക്കുവാൻ സ്വത്രം പ്രാർത്ഥനയോടെ, ദൈവകൃപയോടെ, വിശ്വാസത്തോടെ, വിശുദ്ധിയോടെ, വചനപ്രകാരം കർത്താവിന്റെ കരങ്ങളിലായിരുന്നു കർത്താവിന്റെ സാന്നിധ്യത്തിൽ മറഞ്ഞ് നമുക്ക് ഓടാമോ? ബിരുദം പ്രാപിക്കാമോ? ഓട്ടത്തളത്തിൽ ഓടി ബിരുദം പ്രാപിച്ച് ലക്ഷ്യസ്ഥാനത്തെത്താമോ? കർത്താവ് ആഗ്രഹിക്കുന്ന നിലവാരത്തിൽ ഓടാമോ? വചനപ്രകാരം ഓടാമോ? ആത്മാവിൽ ഓടാമോ? പാപത്തെ വിട്ട്, ഭാരത്തെ വിട്ട് നമുക്ക് ഓടാം. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധനെ, സ്വർഗീയ രാജാവേ, ഈ ശബ്ദം കേൾക്കുന്ന സകല മക്കളെയും അപ്പന്റെ കരങ്ങൾ തരുന്നു. ജീവിതത്തിനകത്തുള്ള പാപത്തെ വിട്ടോടാൻ, ഭാരത്തെ വിട്ടോടാൻ, വ്യത്യസ്തമായ വേദനയോടെ ആദിയോടെ ഇരിക്കുന്ന മക്കളെ കർത്താവ് തൊടുന്നാപ്പ. മനസ്സിന്റെ ആദി മാറട്ടെ, ഭാരം മാറട്ടെ, വിഷമതകൾ മാറട്ടെ, ദുഃഖങ്ങൾ മാറട്ടെ. പച്ച കർത്താവെ, മുറുകെ പറ്റുന്ന പാപത്തിന്റെ സ്വഭാവങ്ങൾ പൊട്ടിച്ച് പുറത്തു വരട്ടെ. കർത്താവെ, സകല വ്യക്തികളെ കർത്താവ് പാപത്തെ ക്ഷമിച്ച് രക്തം കൊണ്ട് കഴുകി സകലരെ പിടിവിക്കണം. അപ്പച്ച ഓട്ടം സ്ഥിരതയോടെ ഓടുവാൻ, കർത്താവെ നോക്കി ഓടുവാൻ സകലെ അനുഗ്രഹിക്കണം. അപ്പ ഒരു മക്കൾ പോലും നഷ്ടപ്പെട്ടു പോകരുത്. സ്വർഗം അങ്ങനെ തന്നെ ചെയ്യുന്നതിനായി സ്തോത്രം. പ്രാർത്ഥനയുടെ സ്തോത്രം, അനുഗ്രഹിച്ചോട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം എല്ലാവരും ധാരാളം അനുഗ്രഹിക്കട്ടെ. ആമേൻ. Subscribe to my channel.